ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈ സന്ദർശിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാം വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കും. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സ്ഥാപക ദിനാചരണം ഇന്ന്. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ വിതരണം ചെയ്യും. അധിക കടമെടുപ്പിനായുള്ള കേരളത്തിന്റെ ഇടക്കാല ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. കേരളത്തിൽ 4 ജില്ലകളിൽ ശക്തമായ കടലാക്രമണം. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 20 റൺസ് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈ സന്ദർശിക്കും. മുംബൈയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാം വാർഷികാഘോഷ പരിപാടിയായ RBI at 90യിൽ അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ, ധനകാര്യ സഹമന്ത്രി ഭഗവന്ത് കിഷൻ റാവു കരാട്, പങ്കജ് ചൌധരി എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. RBI ഗവർണർ ശക്തികാന്ത ദാസ് പരിപാടിയെ അഭിസംബോധന ചെയ്യും. 1935 ഏപ്രിൽ 1 സ്ഥാപിതമായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 90ാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. BJPയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്നലെ ഉത്തർപ്രദേശിലെ മീററ്റിൽ BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. 2024ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു സർക്കാർ രൂപവത്കരിക്കുക എന്നതിനപ്പുറം ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കാനും ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റാനും വേണ്ടിയുള്ളതാണെന്ന് പൊതുറാലിയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയപ്പോൾ 25 കോടിയിലധികം ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയതായും അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലടക്കം നിരവധി വിഷയങ്ങളിൽ പ്രതിഷേധിച്ച് ഡൽഹി രാംലീല മൈതാനിയിൽ INDI സഖ്യം മഹാറാലി സംഘടിപ്പിച്ചു. രൂപവത്കരിച്ച ശേഷം ഇതാദ്യമായാണ് സഖ്യം മഹാറാലി സംഘടിപ്പിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ, CPIM നേതാവ് സീതാറാം യെച്ചൂരി, CPI നേതാവ് D രാജ, മറ്റ് കക്ഷി നേതാക്കളായ ഉദ്ധവ് താക്കറെ, ശരത് പവാർ, തേജസ്വി യാദവ് തുടങ്ങിയവർ മഹാറാലിയിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കേണ്ട സമയപരിധി അവസാനിച്ചതോടെ രാജ്യത്ത് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ സമ്പൂർണ്ണ ചിത്രം തെളിഞ്ഞു. ഏപ്രിൽ 19 ആദ്യഘട്ടത്തിൽ 21 സംസ്ഥാനങ്ങളിലായി 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജൂൺ 1 അവസാനഘട്ട വോട്ടെടുപ്പും കഴിഞ്ഞ ശേഷം ജൂൺ 4 വോട്ടെണ്ണൽ. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സ്ഥാപക ദിനാചരണം ഇന്ന്. ഇതോടനുബന്ധിച്ച് CBI 20ാമത് DP കോഹ്ലി അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പ്രഭാഷണം നടത്തും. നൂതന നീതിന്യായ സംവിധാനത്തിനായി സാങ്കേതികവിദ്യ സ്വീകരിക്കൽ എന്നതാണ് ഈ വർഷത്തെ പ്രഭാഷണ വിഷയം. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകളും സ്തുത്യർഹ സേവനത്തിനുള്ള പോലീസ് മെഡലുകളും ചടങ്ങിൽ സമ്മാനിക്കും. കൈക്കൂലി, അഴിമതി കേസുകൾക്ക് പുറമെ കേന്ദ്ര ധനനിയമങ്ങളുടെ ലംഘനങ്ങളും മറ്റ് ഗുരുതരമായ കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നതിനായി 1963 ഏപ്രിൽ 1 CBI സ്ഥാപിതമായത്. സൂക്ഷ്മ പരിശോധനാ പ്രക്രിയകൾ അവസാനിച്ചപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമായ ലക്ഷദ്വീപിൽ മത്സര രംഗത്തുള്ളത് 4 സ്ഥാനാർത്ഥികൾ. NCP ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥിയായി നിലവിലെ MP മുഹമ്മദ് ഫൈസൽ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ്, NDA സ്ഥാനാർത്ഥിയായി NCP അജിത് പവാർ പക്ഷത്തെ TP യൂസഫ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കൽപ്പേനി ദ്വീപ് സ്വദേശി K കോയ എന്നിവരാണ് മത്സരിക്കുന്നത്. ഏപ്രിൽ 19 ആദ്യഘട്ടത്തിലാണ് ലക്ഷദ്വീപിൽ വോട്ടെടുപ്പ്. വിവിധ കേന്ദ്ര സർവകലാശാലകളിലെ ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി NTA നടത്തുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിനായി അപേക്ഷിക്കാനുള്ള തീയതി ഏപ്രിൽ 5 വരെ നീട്ടി. ഇന്നലെയായിരുന്നു അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന ദിവസം. എന്നാൽ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യപ്രകാരം തീയതി നീട്ടുകയായിരുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന G20 ഉച്ചകോടി രാഷ്ട്രീയ സാമ്പത്തിക പുനർസന്തുലനത്തിന്റെ ഉദാഹരണമാണെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. രാജ്യമൊട്ടാകെ ഇന്ത്യയുടെ അധ്യക്ഷസ്ഥാനം ആഘോഷിച്ചതായി പറഞ്ഞ അദ്ദേഹം കുറച്ച് രാജ്യങ്ങൾ ലോകകാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്നും കൂടുതൽ രാജ്യങ്ങളുടെ പങ്കാളിത്തത്തിലേക്ക് കാര്യങ്ങൾ വിപുലീകരിക്കപ്പെട്ടതായി അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയപരവും സാമ്പത്തികപരവുമായ സന്തുലനത്തിന് ശേഷം നിലവിലെ പോരാട്ടം സാംസ്കാരികപരമായ സന്തുലനം ഉറപ്പാക്കുന്നതിനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ US സംയുക്ത സൈനിക അഭ്യാസം ടൈഗർ ട്രയംഫ് 24 ഇന്നലെ വിശാഖപട്ടണത്ത് സമാപിച്ചു.
മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ സഹായങ്ങളും ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളിലെയും കര, നാവിക, വ്യോമസേന വിഭാഗങ്ങളുടെ സംയുക്ത അഭ്യാസമാണ് 14 ദിവസം നീണ്ടുനിന്ന ടൈഗർ ട്രയംഫ് 24. അമേരിക്കൻ നാവികസേനയുടെ USS സോമർസെറ്റ് എന്ന കപ്പലിലാണ് സമാപന ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. അധിക കടമെടുപ്പിനായി കേരളം സമർപ്പിച്ച ഇടക്കാല ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് രാവിലെ 10:30 വിധി പറയുക. 10,000 കോടി കൂടി അധികമായി കടമെടുക്കാൻ അനുവദിക്കണം എന്നതാണ് കേരളത്തിന്റെ ആവശ്യം. ഹർജിയിൽ ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഫലമില്ലാതെ വന്നതോടെയാണ് കേസിൽ സുപ്രീംകോടതി വീണ്ടും വാദം കേട്ടത്. സാമ്പത്തിക വർഷത്തെ ആദ്യ പ്രവൃത്തി ദിനമായ ഇന്ന് ട്രഷറി തുറന്ന് പ്രവർത്തിക്കുമെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ നിർദ്ദേശിച്ച നികുതി, ഫീസ് വർധനയും ഇളവുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. കോടതി ഫീസുകൾ ഉയരും. ചെക്ക് കേസിനും വിവാഹമോചന കേസിനും ഇനി മുതൽ ഫീസ് കൂടും. ഭൂമി പണയപ്പെടുത്തി വായ്പ എടുക്കുന്നതിനും ചിലവേറും. റബ്ബറിന്റെ താങ്ങുവില 170 രൂപയിൽ നിന്ന് 180 രൂപയാകും. സർക്കാർ ജീവനക്കാർക്ക് DAയിലും പെൻഷൻകാർക്ക് DRലും 2% വർധനവും ഇന്നു മുതൽ പ്രാബല്യത്തിലാകും. ആകാശവാണി തിരുവനന്തപുരം നിലയം 75-ാം വർഷത്തിലേക്ക്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ഇന്ന് തിരുവനന്തപുരം ആകാശവാണി അങ്കണത്തിൽ തുടക്കമാകും. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന ചടങ്ങ് സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്. 1943 ആരംഭിച്ച തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷൻ 1950 ഏപ്രിൽ 1-നാണ് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായത്. പ്രക്ഷേപണ യാത്ര 75 വർഷത്തോടടുക്കുമ്പോൾ ആ സന്തോഷം വിപുലമായി തന്നെ ആഘോഷിക്കാനൊരുങ്ങുകയാണ് ആകാശവാണി തിരുവനന്തപുരം നിലയം. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ പരിധിയിൽ വരുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സാഹിത്യരംഗം, വയലും വീടും, കുടുംബാരോഗ്യം, നാടകം തുടങ്ങി ആകാശവാണിയുടെ വിവിധ വിഭാഗങ്ങളുടെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ജനങ്ങൾക്ക് മുന്നിലെത്തും. ഇതിൽ നാടകങ്ങൾ, കലാ സാഹിത്യ സദസ്സുകൾ, കവിയരങ്ങുകൾ, നാടകാവതരണം, മെഡിക്കൽ ക്യാമ്പുകൾ, കാർഷിക മേളകൾ തുടങ്ങിയവ ഉണ്ടാകും. കൂടാതെ 1950 മുതൽ 2024 വരെയുള്ള ആകാശവാണിയുടെ വിവിധ പരിപാടികൾ തിരുവനന്തപുരം നിലയം പുനഃപ്രക്ഷേപണം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും തൃശൂരും കടലാക്രമണം രൂക്ഷം. തിരുവനന്തപുരത്തെ പൂവാർ മുതൽ പൂന്തുറ വരെ തീരമേഖലയിൽ കടൽ കയറി. പുല്ലുവിള, പൊഴിയൂർ വരെയുള്ള പ്രദേശങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തി. തീരത്ത് കയറ്റിയിട്ട ബോട്ടുകൾക്കും കേടുപാടുണ്ടായി. ആലപ്പുഴയിൽ പുറക്കാട്, വളഞ്ഞവഴി, പള്ളിത്തോട് എന്നിവിടങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായത്. പള്ളിത്തോട് വീടുകളിൽ വെള്ളം കയറി. ആറാട്ടുപുഴയിലും ശക്തമായ കടൽക്ഷോഭമുണ്ട്. തൃശൂരിൽ പെരിഞ്ഞനം, കയ്പമംഗലം, വഞ്ചിപ്പുര എന്നിവിടങ്ങളിൽ ശക്തമായ തിരയടിയുണ്ട്. കൊല്ലം നഗരത്തിലെ മുണ്ടക്കൽ, വെടിക്കുന്ന് ഭാഗത്ത് കടലാക്രമണത്തിൽ വീടുകൾക്ക് കേടുപാടുണ്ടായി. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും ഒരു ദിവസം കൂടി തുടരുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കള്ളക്കടൽ എന്ന പ്രതിഭാസമാണ് വ്യാപകമായ രീതിയിലുള്ള കടലാക്രമണത്തിന് കാരണം. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. പത്തനംതിട്ട റാന്നി, തുലാപ്പള്ളി, പുളിയൻകുന്ന് മലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. പുളിയൻകുന്നുമല കുടിലിൽ ബിജുവാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 3-ഓടെ ബിജുവിന്റെ മൃതദേഹം വീട്ടിൽ നിന്നും 50 മീറ്റർ അകലെ കണ്ടെത്തുകയായിരുന്നു. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 20 റൺസ് വിജയം. 192 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈയ്ക്ക് നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസ് മാത്രമേ നേടാനായുള്ളൂ. മുകേഷ് കുമാർ, ഖലീൽ അഹമ്മദ് എന്നിവരുടെ മികച്ച ബൌളിംഗാണ് ഡൽഹിക്ക് വിജയം സമ്മാനിച്ചത്. നേരത്തെ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹിക്കായി ഡേവിഡ് വാർണർ, ഋഷഭ് പന്ത് എന്നിവർ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈ സന്ദർശിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90-ാം വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കും. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സ്ഥാപക ദിനാചരണം ഇന്ന്. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ വിതരണം ചെയ്യും. അധിക കടമെടുപ്പിനായുള്ള കേരളത്തിന്റെ ഇടക്കാല ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. കേരളത്തിൽ 4 ജില്ലകളിൽ ശക്തമായ കടലാക്രമണം. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 20 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.